ഹലോ ഗൈസ്, നമ്മളിന്ന് രാവിലെ തന്നെ ലുലു മോളിലേക്ക് വെച്ച് പിടിക്കുകയാണ്. സമയം ഏതാണ്ട് ഒരു 11:30 ആയി കാണും. നമ്മുടെ വീട്ടിൽ നിന്നൊരു ഹാഫ് അവർ ഡ്രൈവ് ഉണ്ട് ബാംഗ്ലൂർ രാജാജി നഗറിലുള്ള ലുലു മോളിലേക്ക്. അപ്പം നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലൂടെയാണ്. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ കാണുന്നില്ല. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഫ്രണ്ടിലായിട്ടൊരു ലോക്കൽ മാർക്കറ്റ് ഉണ്ട്. അത്യാവശ്യം ഒരു വലിയ മാർക്കറ്റാണ്. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് എല്ലാ കാര്യങ്ങളും കിട്ടും. സാറ്റർഡേ സൺഡേ മാത്രമേ ഈ റോഡ് സൈഡിലുള്ള ഈ മാർക്കറ്റ് ഉണ്ടാവാറുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോഴത്തേക്ക് കുറച്ച് ഷോപ്സൊക്കെ ഇങ്ങനെ കാണുകയാണ്. അതിനുശേഷം നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ നോക്കുമ്പോഴത്തേക്കും ഒരു വലിയൊരു മോള് കാണാം. ഇതിൻ്റെ പേരാണ് ഒറിയൻ മോൾ. എനിക്ക് തോന്നുന്നു ബാംഗ്ലൂർ വരുന്ന എല്ലാവരും തന്നെ ഒന്ന് ചില്ല് ചെയ്യാൻ വരാറുള്ള സ്ഥലമാണ് ഒറിയൻ എന്ന് പറയുന്നത്. ഫാമിലി ആയിട്ട് ഫ്രണ്ട്സായിട്ടും ഒക്കെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലൊരു ബാക്കിലൊരു പൂള് പോലെയുള്ള സംഭവമൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ലൊരു മോൾ തന്നെയാണ്. നമുക്ക് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ബെസ്റ്റ് പ്ലേസ് തന്നെയാണ്. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് പോകുമ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ബാംഗ്ലൂരത്തെ മാരിയറ്റ് ഹോട്ടൽ. മാരിയറ്റ് ഹോട്ടലിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് ലുലു വരുന്നത്. അപ്പോൾ നമുക്കൊരു അണ്ടർപാസ് വഴി വേണം ലുലുവിൻ്റെ പാർക്കിംഗ് സ്പേസിലോട്ട് കയറാനായിട്ട്. അങ്ങനെ നമ്മളങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. നമ്മൾ B2 ഇട്ടിട്ട് തൊട്ട് മുകളിലത്തെ ഫ്ലോറിലാണ് നമുക്ക് പോകേണ്ടത്. അതുകൊണ്ട് ലിഫ്റ്റ് കാത്ത് നിൽക്കാൻ പോയില്ല. നമ്മൾ നേരെ എസ്കലേറ്റർ കണ്ടു. അപ്പോൾ അതുവഴി പോകാമെന്ന് കരുതിയിട്ട് നമ്മൾ എസ്കലേറ്ററിലോട്ട് കയറാണ്. ചിപ്പുനെ പ്രാമിലിരുത്തി കൊണ്ടുപോവാണ്. അങ്ങനെ നമ്മൾ മുകളിലോട്ട് പോയപ്പോഴാണ് അവിടെ കുറച്ച് ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ കണ്ടത്. ഇൻഡിപെൻഡൻസ് ഡേയുടെ ഡെക്കറേഷനാണ്. അപ്പോൾ നമ്മളിങ്ങനെ മേലോട്ട് പോവുകയാണ്. ആൾ ഭയങ്കര ത്രില്ലായിട്ട് ഇരിക്കുകയാണ് കാഴ്ചകളൊക്കെ കണ്ടിട്ട്. അങ്ങനെ നമ്മൾ മുകളിലെത്തി കുറച്ച് ഷോപ്സൊക്കെ കണ്ട് നേരെ നമ്മൾ ട്രെൻഡ്സിലോട്ട് കയറി. അവിടെ ചെന്ന് നമുക്ക് അപ്പുവിന് വേണ്ടി കുറച്ച് ടോപ്സൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അതിനുശേഷം തരിപ്പണമായത് കാരണം നമ്മൾ കുറച്ച് ഹൈപ്പർ മാർക്കറ്റിൽ പോയി ഫുഡും സാലഡ്സും ഒക്കെ മേടിച്ചിട്ട് മുകളിലത്തെ ഫുഡ് കോർട്ടിൽ വന്നിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അതിനുശേഷം നമ്മൾ R&B ഷോപ്പിൽ പോയി ചിപ്പുവിന് കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തിട്ട് അവിടെ കുറച്ച് കീ ചെയിനും അക്സസറീസും കുറച്ച് ടോയ്സും ഒക്കെ ഉണ്ടായിരുന്നു. ചിപ്പു അവിടെയൊക്കെ വലിച്ചു വാരിയിട്ടു. അതിനുശേഷം ആളിതാ ഉറക്കമായി. ഞാനും അപ്പു ഇതുപോലെ ഒരു സൈഡായിട്ട് ഇരിക്കുകയാണ് ഗൈസ്. അതിനുശേഷം നമ്മൾ വീണ്ടും ഹൈപ്പർ മാർക്കറ്റിൽ പോയി. നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേയുടെ കുറച്ചൊരു സെക്ഷൻ ഉണ്ടായിരുന്നു, ബാൻഡും ഫ്ലാഗും ഒക്കെ വെച്ചിട്ട്. അതിനുശേഷം നമ്മൾ നേരെ കുറച്ച് പച്ചക്കറിയെല്ലാം മേടിച്ചു. ശേഷം പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ഒരു കിഡ്സിൻ്റെ എന്തോ ഒരു കാർണിവൽ ഉണ്ടായിരുന്നു. അപ്പോൾ ചിപ്പുന് കയറാൻ പറ്റില്ല. അബൌട്ട് 2 ഇയേഴ്സ് ആയിരുന്നു. അതിനുശേഷം നമ്മൾ തിരിച്ച് വീട്ടിൽ